ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് കടലമാവ് കൊണ്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ് പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണ് നൈസ് അരിപ്പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ട്. ഇതിന് കളറ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടു എന്നുള്ളത്. ഇപ്പോൾ കടലമാവിൻ്റെ കളർ ഒരു മഞ്ഞ ഇതുകൊണ്ട് അങ്ങനെ ഇടണം എന്നില്ല. പക്ഷെ ഞാനിപ്പോൾ പഴംപൊരിക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ള് തന്നെ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഈ മാവിലത്തെ ഇതെല്ലാം കൂടി നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ പഴംപൊരിക്ക് ഉണ്ടാക്കണ പാവ് റെഡിയാക്കി എടുക്കുക. മുക്കാനുള്ളത് ആ മാവ് ശരിക്കും കലക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത്രയും വെള്ളം ആവശ്യം വന്നുള്ളൂ കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളം ആവശ്യം വന്നു. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇടാൻ ഇതിനൊരു കളർ കിട്ടും, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വളരെ ചെറിയ പഴങ്ങളായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കഷ്ണങ്ങളാക്കി, അല്ലെങ്കിൽ വലിയ പഴമാണെങ്കിൽ ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കൂടുതലും ബെറ്റർ, കാണാനൊരു. അപ്പോൾ ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പഴം കാണിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിരുന്നുള്ളൂ. അപ്പോൾ നല്ല പഴംപൊരിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ പഴംപൊരിയുടെ ആ കടലമാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും ഈ പഴവും ഒക്കെ കൂടി അങ്ങ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മറ്റേ പഴംപൊരിയേക്കാളും ചിലപ്പോൾ എനിക്കിഷ്ടം തോന്നുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കണ്ട, ഇത് ഈ മാവ് കലക്കണ ഒരു ഇതുള്ളൂ. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതായി കുട്ടികൾ വരുമ്പോഴേക്ക് റെഡിയായി. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പഞ്ചസാര വേണമെങ്കിൽ ഇത്തിരി കൂട്ടിയിടുന്നവർക്കൊക്കെ കൂട്ടിയിടാം. ഇപ്പോൾ ഇത് നല്ല പഴുത്ത പഴമാണ്, നന്നായി പഴുത്തുണ്ട്. അപ്പോൾ പിന്നെ മധുരം അധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.